വാങ്ങാത്ത സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും താങ്ങാൻ കഴിയുന്ന ഫീസോടുകൂടി പരിശോധനകൾ നടത്താൻ കഴിയുന്ന ഈ പ്രസ്ഥാനം എപ്പോഴും അയർകുന്നത്തിന് അനുഗ്രഹം തന്നെയാണ്, അത്യന്താപേക്ഷിതമാണ്. ഇതിൻ്റെ എല്ലാവിധ വിജയങ്ങൾക്കും കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, മൈക്രോ ലാബിൻ്റെ 81ാമത് ബ്രാഞ്ച് ബഹുമാനപ്പെട്ട MLA ഷാണ്ടി ഉമ്മൻ അവറുകൾ നിർവഹിച്ച് ഇവിടുന്ന് കടന്നുപോയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനം ആയിരിക്കെ മൈക്രോ ലാബ് അതിൻ്റെ പാന്താവിൽ കൂടി 2836 സാൻഡ്രോ കാർ ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. വാഹനങ്ങൾ പോകേണ്ടതുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും സാധാരണക്കാർക്കും സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ളവർക്കും ഏറ്റവും പ്രാപ്യമായ രീതിയിലാണ് മൈക്രോ ലാബ് സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് 81 ബ്രാഞ്ചിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ മൈക്രോ ലാബ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി എത്രത്തോളം ചെല്ലുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണവും, അതോടൊപ്പം ജനങ്ങൾ മൈക്രോ ലാബിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. അത് ഞങ്ങൾ എപ്പോഴും കൃത്യമായി കാത്തു സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇതുപോലെയുള്ള ബ്രാഞ്ചുകൾ തുടങ്ങുന്നത്. ഈ അയർക്കുന്നം ഭാഗത്ത് നിന്ന് മണർകാട് ഭാഗത്തേക്ക് കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ മണർകാട് ലാബിൽ വരികയും, അപ്പോൾ ഇവിടെ ലാബിൻ്റെ ഒരു സംവിധാനം കുറവ് എന്ന് പലരും അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അമലും ഹരിയും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ മൈക്രോ ലാബിൻ്റെ 81ാമത് ബ്രാഞ്ച് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടി തന്നെ നമ്മൾ ഹോം സർവീസുകൾ, അതായത് വീടുകളിൽ വന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് നൽകുന്ന ഒരു സംവിധാനവും മൈക്രോ ലാബിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലുമുണ്ട്. അത് ഇവിടെയും ഉണ്ടായിരിക്കുന്നതാണ്. കാരണം അതിന് പ്രത്യേക ഫീസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റ് ലാബുകളും മറ്റുള്ളിടത്തൊക്കെ അതിന് ഫീസുകൾ ഈടാക്കുമ്പോൾ തികച്ചും സൗജന്യമായിക്കൊണ്ടാണ് മൈക്രോ ലാബിൻ്റെ ഈ സേവനം അവറുകളാണ് ലാബിൻ്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ